BCK ബ്ലോഗിൻ്റെ കൃഷി അറിവുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചീമച്ചേമ്പും അതുപോലെ തന്നെ കാച്ചിൽ നടുവാണേ. അതിനുള്ള പണിയാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. വാച്ചിങ് വീഡിയോ. എന്നാൽ നമുക്ക് ആദ്യമേ ചെയ്യുന്നത് ചേമ്പ് നടാനുള്ള കുഴി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചു. ഇതുപോലെ നല്ല രീതിയിൽ മണ്ണ് കൊത്തി ഇളക്കണം തൂമ്പ വെച്ച്. അത് കഴിഞ്ഞ് ഇതുപോലെ സൈഡിലേക്ക് ചെറിയ രീതിയിൽ മണ്ണൊന്ന് വകഞ്ഞു വെക്കുക. സെൻറ്റർ ഭാഗം നല്ലതായിട്ട് ഇളക്കി കൊടുത്തിരിക്കണം. ഇതിന് ശേഷം നമ്മൾ ചാണകപ്പാലിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേമ്പും തട എന്ന് പറയും, ചേമ്പും വിത്ത് നമ്മളെടുത്തിരിക്കുകയാണ്. ഈ ചീമച്ചേമ്പ് ഓരോ മുള പൊട്ടി ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും അല്ല 3 ആഴ്ചക്കുള്ളിൽ കിളുത്ത് കയറിക്കോളും. ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ച ആയ ചാണകപ്പാൽ മുക്കി വെച്ചിരുന്ന ചേമ്പാണ്. ഇനി നമ്മൾ ഇതിനെ നടുന്നത് ഈ ലെവലിൽ നേരെയാകുന്ന രീതിയിൽ തന്നെ ഇരിക്കുക. അതിൻ്റെ കൂടെ ചാരം വേണം, ചാണകം വേണം, കരികിലയും വേണം. ചാരം ഒരു പടി ചാരം ഇട്ടു. അതുപോലെ തന്നെ ചാണകപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് ലേശം മണ്ണ് ഇതുപോലെ മൂടി കൊടുക്കുക. കുറച്ച് മണ്ണ് മതി കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പടി കരിയിലയും കൂടെ വെച്ച് ഇങ്ങനെ നിരത്തി കൊടുത്താൽ പരിപാടി തീർന്നു. കരിയില ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തണുപ്പ് നിൽക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് കിളുത്ത് കയറാനുള്ള എളുപ്പമുണ്ട്. ഡയറക്റ്റ് വെയിലടിക്കുകയില്ല. ഇപ്പോൾ അത്യാവശ്യം ഇവിടെ ഒരു മഴ നല്ല രീതിയിൽ കിട്ടി, നനവുണ്ട് മണ്ണിന്. അതിനാൽ ചേമ്പ് നടാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ കാച്ചിലും ഇതേപോലെ തന്നെ ഈ മാസത്തിൽ നട്ടുപോകാം. ഇപ്പോൾ കാച്ചിലിൻ്റെ നടുന്ന രീതിയും കൂടെ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നല്ല ഇളക്കി മറിച്ച മണ്ണാണ്. അത് ഇതുപോലെ തന്നെ കപ്പയോടെ എടുക്കുന്ന പോലെ തന്നെ മണ്ണ് കൂട്ടി കൊടുക്കണേ. കാച്ചിൽ വെറൈറ്റി പല സൈസുണ്ട്. നീലക്കാച്ചിലുണ്ട്, പിന്നെ മണ്ണിന് മുകളിലേക്ക് പൊങ്ങി വരുന്നൊരു കാച്ചിലുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാടൻ കാച്ചിലാണ് നടുന്നത്. അതിനായിട്ട് ഇതുപോലെ തന്നെ റൗണ്ടിൽ ഒരു കപ്പയോടലിൻ്റെ വലുപ്പത്തിൽ മണ്ണെടുക്കുക. അതിന് ശേഷം ഈ റൗണ്ടിൽ, അതായത് ഒരു 15 സെൻറ്റിമീറ്റർ വ്യാസത്തിൽ അരടി വ്യാസത്തിൽ മണ്ണ് മാറ്റിയിട്ട് നമ്മൾ കാച്ചിൽ വെക്കുകയാണ്. ഒറ്റ എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ 2 എണ്ണം എക്സ്ട്രാ വന്നുകൊണ്ട് ഒന്നോടെ വെക്കുകയാണ്. ഒറ്റ ഒരു കാച്ചിൽ മുറി വെച്ചതിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊരു 15 സെൻറ്റിമീറ്റർ
കാച്ചിലിന് മുറിച്ചെടുത്തതാണ്. 15 സെൻറ്റിമീറ്ററേ ഉള്ളൂ. കുഴി ഇച്ചിരി വലുപ്പമായിരിക്കണം കേട്ടോ. സോറി, പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞത് 1/2 അടിയെന്നാണ് പറഞ്ഞത്. 1 അടിയോളം വ്യാസത്തിൽ, 1 അടി വ്യാസത്തിൽ തന്നെ കുഴി എടുക്കുക. അതിന് ശേഷം ഇട്ട് പൊടിച്ച ചാണകപ്പൊടിയാണ്, ഇത് മതി. 2 കൈ ഇടുക. ഏകദേശം ഇത് മൂടി നിൽക്കുകയാണെങ്കിൽ അത്രയും ഫസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണിടുക. കുറച്ച് മണ്ണിട്ടതിന് ശേഷം നല്ല കരികില എടുത്തിട്ട് മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കണം. ഇത് ഇതുപോലെ തന്നെ തണുപ്പ് നിൽക്കാനും പെട്ടെന്ന് കാച്ചിൽ കയറി വരാനും നല്ലതാണ്. ഇതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് മണ്ണ് തൂളി കൊടുക്കുക. ഇങ്ങനെ മണ്ണ് തൂളി കൊടുത്താൽ പെട്ടെന്ന് കരിയിലേക്കാണ്, കാറ്റും പറപ്പിച്ചുകൊണ്ട് പോവുകയില്ല. പഴയ കാരണവന്മാരൊക്കെ നമ്മളെ പറഞ്ഞ് തന്നിട്ടുള്ളതാണ്, അതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ കുറച്ച് മണ്ണും കൂടെ വെതറി കൊടുത്തു കഴിഞ്ഞാൽ കാച്ചിൽ കയറാൻ ഫസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിന് താങ്ങുമരം ഇത് ഈ പ്ലാവാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പ്ലാവ് ആണ് നിൽക്കുന്നത്. പ്ലാവേൽ ഇപ്പോൾ ഇത് ആ ഒരു സൈഡിൽ, ഈ സൈഡിലെല്ലാം കാച്ചിൽ നട്ടിട്ടുണ്ട്. ഈ മരത്തെ കൂടെ മുകളിലേക്ക് കയറി പൊക്കോളും. മുകളിലോട്ടൊന്ന് കാണിച്ച്, ഇത് വലിയൊരു പ്ലാവാണ്. ഈ പ്ലാവിൻ്റെ മുകളിൽ വരെ ഇത് കയറി ഈ 3 ചോഴും വെച്ചേക്കുന്ന വിത്തിൽ തന്നെ കയറി പൊക്കോളും. അല്ലാത്തവർക്ക് താങ്ങ് ചെറിയ കമ്പ് കെട്ടി കേരവള്ളിയൊക്കെ വലിച്ചു കയറ്റാം, അല്ലെ പൈപ്പുണ്ടെങ്കിൽ അകത്തെ കയറ്റാം, പിന്നെ വേറെ ഉള്ള മരങ്ങളെ കയറ്റാം. അപ്പോൾ ആ രീതി മൊത്തം ഞാനിവിടെ കാച്ചിലിന് വേണ്ടി ഇതുപോലെ തന്നെ കാച്ചിൽ മൊത്തം നട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടവഴി നമ്മൾ ഈ ചീമച്ചേമ്പ് നടുവാണ്. അഡ്വാൻസായിട്ട് വാഴ വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.